കുറച്ച് പൈസക്കാരും ചർച്ച ചെയ്താലോ ഇന്ന്. ഇത് ഇവിടുത്തെ നോട്ടുകളാണ്, അതായത് പേപ്പർ ക്യാഷ് ആണ് ഇവിടുത്തെ. ഓരോ നോട്ടിനും ഓരോ കളേഴ്സാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ $100 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ആണ്. ഫ്രണ്ടിൽ പറഞ്ഞേക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും പ്രൈം മിനിസ്റ്ററിൻ്റെ പേരും ഏത് ഇയർ ആണെന്നുള്ളതും. പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ ഇന്നോവേഷൻ, അതും അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ഓരോ നോട്ടിലുണ്ട്. നെക്സ്റ്റ് വരുന്നത് $50 ആണ്. $50ൻ്റെതും പ്രൈം മിനിസ്റ്റർ ആണ്. ഇയർ താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ പുറകിൽ വരുന്നത് വേറൊരു പിക്ചർ. നെക്സ്റ്റ് വരുന്നത് $20. ക്വീൻ എലിസബത്ത് ആണ്. അതിൻ്റെ തൊട്ട ബാക്കിലും വേറെ പിക്ചറാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് $10. സെയിം, പുറകിൽ വേറൊരു പിക്ചർ. പിന്നെ വരുന്നത് $5 ആണ്. അതായത് ഇവിടുത്തെ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. അതിനകത്ത് വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പേപ്പറിലാണ്, പോളിമർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിങ്ങനെ വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അറിയാൻ പറ്റും, പ്ലാസ്റ്റിക്കിലൊക്കെ തൊടുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഇവിടുത്തെ കോയിൻസിൽ ഓരോ കോയിൻസിനും ഓരോ പേരുണ്ട് കേട്ടോ. ഇതിനകത്ത് $2 ഉണ്ട്, $1 ഉണ്ട്, പിന്നെ 25 cents ഉണ്ട്, 10 cents ഉണ്ട്, 5 cents ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ $1 എന്ന് പറയുന്നത് ഇതാണ് $1. കണ്ടോ, ഈ $1 ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പേരാണ് ലൂണി. നെക്സ്റ്റ് $2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്, ആണ് ട്യൂണി. $2 ട്യൂണി. നെക്സ്റ്റ് വരുന്ന 25 cents ആണ്. 25 cents ഇത് ഇങ്ങനെയാണ് വരുന്നത്. 25 വന്ന് ഒരു കുഞ്ഞക്ഷരത്തിനകത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ 25 cents എന്ന്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 10 cents ആണ്. കണ്ടോ, ഇത് വളരെ ചെറുതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ, വളരെ ചെറിയൊരു കോയിനാണ് ഈ 10 cents എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് 5 cents. ഞാൻ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ, ക്യാഷ്യറായിട്ടാണ് വർക്ക് ചെയ്തത്, പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്നെ വലച്ചിട്ടുള്ള 2 സംഭവങ്ങളാണ് ഇവന്മാർ രണ്ടും, 5 centും 10 centും. കാരണം 10 cent 5 centനെക്കാട്ടും സൈസ് കുറവാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ആദ്യ സമയങ്ങളിൽ നമുക്കറിയില്ലല്ലോ ഇത് എണ്ണാനും തിട്ടപ്പെടുത്താനും ഒന്നും. അപ്പോൾ എല്ലാവരും കാനഡയിലെ കറൻസി കണ്ടല്ലോ അല്ലേ. ഇനി ആരും കറൻസി കണ്ടിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.